ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഈ മേക്കപ്പ് ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതല്ലേ. നമുക്ക് എല്ലാവർക്കും കാണും കുഞ്ഞുനാൾ തൊട്ട് ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. പക്ഷെ അത് നിറവേറ്റുന്നത് ഇപ്പോഴാണ് മാത്രം. യെസ്, ഇന്ന് ഞങ്ങളിവിടെ അയ്യപ്പൻകാവ് ഒരു അമ്പലമുണ്ട്. അവിടെ പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള നമുക്ക് 7 ദിവസത്തൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ മേക്കപ്പ് ഇട്ടിരുന്ന ആൾ കുട്ടച്ഛൻ്റെ മോളാണ്. അവളാണ് എന്നെ പഠിപ്പിക്കുന്നത്. അവളുടെ അണ്ടറിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നതും. അപ്പോൾ അവൾ തന്നെയാണ് മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മണി 5:30 ആയപ്പോൾ തന്നെ മേക്കപ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7:45 പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവളോട് ആദ്യം ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം എനിക്ക് ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ് മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവൾ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മേക്കപ്പിലാണെങ്കിലും കോസ്റ്റ്യൂമിലാണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അമ്മയും എഴുതിയമ്മയും ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഇതേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഞാനാവുകൊണ്ട് അവൾക്ക് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സ്വത്തുട്ടി എന്നാട്ടോ ഞാൻ വിളിക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ സ്വത്തുട്ടി തന്നെയും പറയുന്നുണ്ടാവുക. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി തന്നതും സ്വത്തുട്ടി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഓൾമോസ്റ്റ് 7 മണി വരെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും അയ്യപ്പൻകാവ് എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പേര് ശരിക്കും ഇരിപ്പക്കോട്ടുകാവ് അയ്യപ്പ ക്ഷേത്രം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പ് ആകുമ്പോൾ അയ്യപ്പൻകാവ് അങ്ങനെയാണ് പറയുക. ചെറിയൊരു അമ്പലമാണെങ്കിലും കൂടിയിട്ട് നമ്മളുടെ നാട്ടിലത്തെ ഓരോ ദേശം വയസ്സായിട്ടാണ് നമ്മൾ പൂരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ എല്ലാവരും ഭയങ്കര കോർഡിനേഷനാണ്. അപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണം പറഞ്ഞപ്പോൾ ഇതേപോലെ ഫുൾ സപ്പോർട്ടോട് വന്നത് ഏട്ടൻ തന്നെയാണ്, അതായത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലെല്ലാം, അതായത് നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഫീലാണ്. ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ വിചാരിക്കുന്നൊരു കാര്യം എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ. അതിൽ ഞാൻ എന്താണെങ്കിലും വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് മുഖത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹെയറിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. ഹെയർ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ബൺ പോലെ കെട്ടി മുല്ലപ്പൂ അല്ലെങ്കിൽ പൂ വയ്ക്കുക എന്നുള്ള രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അയ്യപ്പൻകാവിലാവുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു ഡാൻസ്, അതായത് പാലാഴി ചേലോടെ പായും, എല്ലാവർക്കും ഫെമിലിയറായ ഒരു പാട്ടാണ്. അതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, കളിക്കാൻ പോകുന്നതും. എനിക്കതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 മാസത്തോളം പഠിക്കാൻ പറ്റാതെ വന്നു. കയ്യിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചപ്പോൾ ഉടനീളം നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ഇടുന്ന വീഡിയോ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവൾക്കാണെങ്കിലും ഇതേപോലെ മേക്കപ്പിനേക്കാളും കൂടുതൽ ഞാൻ നന്നായിട്ട് കളിക്കുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പ്രാക്ടീസ് ആണെങ്കിലും അവസാന മിനിറ്റിൽ, അതെ അവസാന ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിന് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് കാരണം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടാണ് ബാക്കി അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഓവറോൾ ലുക്ക് ഇതാ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിലും കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഇനി ഇയറിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയണില്ലല്ലോ. ഇതുവരെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ ഇങ്ങനെ ഒരു മേക്കപ്പ് ആണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ടും കാര്യങ്ങളും ഇതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കാലത്ത് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണ് അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചിലങ്കയൊക്കെ കെട്ടി കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞു. ദക്ഷിണ കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡാൻസിൻ്റെ വീഡിയോ ഞാനിത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കോപ്പിറൈറ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പറ്റി ഞാൻ സൗണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.